ഹായ് ഹലോ നമസ്കാരം. ഇന്ന് രാവിലെ ചിക്കൻ കറി പുട്ട് കേട്ടോ. പുട്ടിനൊരു പ്രത്യേകതയുണ്ട്, ഇപ്പോൾ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ ചിക്കൻ കറി റെസിപ്പി ഓൾറെഡി നമ്മൾ കുറേ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാനിങ്ങ് പെട്ടെന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇതൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറി. സബോളയും ഉള്ളിയൊക്കെ അരിഞ്ഞ് നല്ലപോലെ വഴറ്റിയിട്ട് ഗരം മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ വഴറ്റി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇനി ചിക്കൻ നല്ലപോലെ ഇളക്കി മസാല എല്ലാം ഇതിലേക്ക് പിടിച്ചിട്ട് അല്പം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക. ചിക്കൻ കറി റെഡിയാവും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ അങ്ങ് ഉണ്ടാക്കുക കേട്ടോ ചെയ്തേ. പിന്നെ പുട്ടും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ ഇതിപ്പോൾ 2 വട്ടം ഉണ്ടാക്കി, നല്ല രുചിയുണ്ട് കേട്ടോ. അതുകൊണ്ടായിട്ട് ഇപ്പോൾ വീണ്ടും ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ 3ാമത്തെ വട്ടം കേട്ടോ. ഇതുകൂടെ കൂട്ടി 3 വട്ടമായി ഉണ്ടാക്കണം. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് നിറച്ച് കറിവേപ്പില ഇട്ട് അടച്ച് വെച്ച് വേവിച്ചാൽ ചിക്കൻ കറി റെഡിയാവും. പിന്നെ പുട്ട് ഏതാ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള പുട്ടാട്ടോ. ഇത് ഹെൽത്തി വേഷം നോക്കുന്ന ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമേ. റാഗിപ്പുട്ട് ഞാൻ കുറേ വട്ടം റാഗിപ്പുട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ഈ റാഗിപ്പുട്ടും ചിക്കൻ കറിയും നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കമ്പനിയുടെ എടുത്തേക്കുന്നത് നല്ല കേട്ടോ. ഇത് തൊടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല കോല് പോലെ ഇരിക്കും. നല്ല രസമാണ് കാണാൻ തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റാഗിപ്പുട്ട് കാണാൻ തന്നെ കേട്ടോ. എന്നിട്ട് നിറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3 മിനിറ്റ് അത്രയും മതി. ഇത് നിറച്ച് വെറുതെ പച്ചവെള്ളം ഒഴിച്ചേക്കുക കേട്ടോ. ചൂടുവെള്ളമല്ല, പച്ചവെള്ളം ഒഴിച്ച് ഒരു 3 മിനിറ്റ് ഇതുപോലെ വെച്ചിട്ട് ഇനി നമുക്ക് അത് തൊടുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ കുതിർന്നു. 3 മിനിറ്റ് കൊണ്ട് തന്നെ കുതിരും കേട്ടോ. എന്നിട്ട് ആ വെള്ളം ഫുൾ ഒഴിച്ച് കളയുക. വേറെ വെള്ളം നമ്മൾ ഇനി ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ നല്ലപോലെ കുതിർന്നു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും തേങ്ങായും ഇട്ട് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പ് കൂടിപ്പോലെ കുറച്ച് ഉപ്പ് മതി. ഇനി ഉപ്പ് പൊടിയല്ല, ഉപ്പ് വെള്ളം ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഉപ്പ് വെള്ളം തളിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നല്ലപോലെ കുഴച്ചെടുക്കാം. ഒരുപാട് കുഴയ്ക്കൊന്നും വേണം. നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് തന്നെ എടുത്താൽ മതി. കാരണം അത് അപ്പം തന്നെ കുതിർന്നു. ആ 3 മിനിറ്റോടെ നല്ലപോലെ കുതിർന്നു. എന്നിട്ട് നിറച്ച് തേങ്ങായും ഇട്ട് ഇതാ ഞാനിപ്പോൾ ചേട്ടപ്പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ആവിയിലോട്ട് വെക്കുക, പുഴുങ്ങിയെടുക്കുക. നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ പുട്ട് ആവിയൊക്കെ കയറി വന്നു. ഇതാ ചേട്ടപ്പുട്ട്, റാഗിപ്പുട്ടും ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് നല്ലൊരു കോമ്പോ കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ട്രൈ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ, സീ യു.